Watch India's largest kids library only on Jio Hotstar. Download the app now. വെൽക്കം സർ, വെൽക്കം. എല്ലാ ഫയലും കാറിൽ വെച്ചിട്ടുണ്ടല്ലോ. അതെ സർ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. മന്ത്രി സാറേ നമസ്കാരം. അല്ല, നിങ്ങൾ ആരാണ്? എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ബ്ലാക്ക് പാന്തറാണ്. എന്നിട്ട് ഇവരെന്റെ ഗ്യാങ്ങിലെ ആൾക്കാരുമാണ്. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വെച്ച് തന്നെ എങ്ങനെ സംസാരിക്കുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും ഓടിക്കോ അല്ലെങ്കിൽ ലെഡ് ഡോസിംഗ് വരുമെന്ന്. അവര് അപ്പൊ തന്നെ അവിടുന്ന് ഓടിക്കളയും. പറഞ്ഞത് മനസ്സിലായോ? വേഗം വിട്ടോ, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോളാൻ. ഇയാളെ ഓടാൻ സമ്മതിക്കരുത്. അറസ്റ്റ് ചെയ്യൂ വേഗം. ഇതെന്തൊരു തമാശയാണ്. ഇത്രയധികം സെക്യൂരിറ്റി എനിക്കുണ്ടായിട്ടും ഇയാള് വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? താങ്കളുടെ ഇഷ്ടം. താങ്കളെ ഇവിടുന്ന് മര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്റെ താല്പര്യമായിരുന്നു. കാരണം നിങ്ങളൊരു വലിയ മന്ത്രിയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരണ്ട എന്നായിരുന്നു. പക്ഷേ ഇനിയിപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് താല്പര്യമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഗ്യാങ് റെഡി? റെഡി. വിട്, അദ്ദേഹത്തിനെ വിടാൻ. വേണ്ട 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 വേണ്ട, എന്നെ വിട്ടേക്ക്. ഞാൻ പോയിക്കോട്ടെ. എനിക്ക് ഡ്യൂട്ടി നോക്കാനുള്ളതാ. എന്നെ കടത്തിക്കൊണ്ടു പോകുന്നേ. ഓടി വരൂ, ഓടി വരൂ. അതെ ശിവ, രക്ഷിക്കണേ. ഒന്ന് എന്നെ രക്ഷിക്കൂ. രക്ഷിക്കൂ. ആദി യുഡി രവ ശ്രദ്ധിക്കൂ. ഞാനൊരു മന്ത്രിയാണ്. എന്നെ ബഹുമാനിക്കൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല, ഇതാകെ കുഴപ്പമായല്ലോ. ഏറ്റവും വലിയ മന്ത്രിയെയാണ് അയാൾ തട്ടിക്കൊണ്ടുപോയത്. മിക്കവാറും എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്നത്. ഞാൻ എന്താ ചെയ്യാ? മന്ത്രി സാറിനെ തിരിച്ചു വേണോ? അതെ, തിരിച്ചു വേണം. മന്ത്രി സാറിനെ തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും ചേട്ടാ. എന്നാ വിചാരിച്ചോ, നിങ്ങളുടെ ജോലി ഞാൻ സംരക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. അല്ല, എവിടെയാ, എങ്ങോട്ടാ വരേണ്ടത്? വെറും 1000 കോടി രൂപ എനിക്ക് തന്നിട്ട് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. 1000 കോടി രൂപ തരണമെന്നോ? അതെ, എന്റെ കയ്യിൽ 1000 രൂപ പോലും ഇല്ല. പിന്നെ എവിടുന്നാ ഞാൻ 1000 കോടി രൂപ തരാ? അല്ല, താങ്കളോടല്ല ഞാൻ തരാൻ പറഞ്ഞത്. ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് തരൂ. ഒരു മന്ത്രിയെ തിരിച്ചു തരാൻ 1000 കോടി രൂപ തരണമെന്നോ? ഒരു മന്ത്രിക്ക് വേണ്ടിട്ട് മാത്രമല്ല, ആ എല്ലാ മന്ത്രിമാർക്കും ഞാൻ ഇതുവരെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ വേണ്ടിട്ട്. അവരെ എപ്പോ വേണേലും എനിക്ക് കിഡ്നാപ്പ് ചെയ്യാലോ. ശിവ, ഇയാള് 1000 കോടി രൂപയാ ചോദിക്കുന്നത്. അവന് മിക്കവാറും വട്ടായിന്നാ തോന്നുന്നത്. ശിവ,
ഇവർ ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് ഓടുന്നത്? ചിലപ്പോ വല്ല ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നുണ്ടാകും. നീ പറയുന്നത് ശരിയാണ് റേവ. ലഡു സിംഗ് സർ, നിങ്ങൾ ആദ്യം ആ വീഡിയോ ഫുട്ടേജ് ഒന്ന് കാണിക്കൂ. കിഡ്നാപ്പ് നടന്ന സ്ഥലത്തിന്റെ. ചിലപ്പോ തെളിവ് വല്ലതും കിട്ടിയാലോ. ദാ കണ്ടോ, അയാൾ ആ ഗാഡ്ജറ്റിന്റെ ബട്ടൺ അമർത്തുന്നത്. അതുകൊണ്ട് അവര് വളരെ വേഗതയിൽ ഓടുന്നത്. നമുക്കും അവരുടെ സ്പീഡിന്റെ ഒപ്പം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും അഴിച്ചു കളയണം. ശിവ, നീ എന്താണ് ചെയ്യുന്നത്? സൈക്കിളിന്റെ സ്പീഡ് കൂട്ടാനുള്ള പണികളാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. നീ സ്പീഡ് കൂട്ടിയാണ് എന്നെ തെറിപ്പിക്കുകയാണോ? നീ എന്തിനെ തൊട്ടടുത്ത് വന്ന് നിന്നത്? ഞാൻ പറഞ്ഞില്ല അതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്താ കാണിക്കുന്ന ശിവ? രക്ഷിക്കേ, ഇവൻ എന്നെ കൊണ്ടുപോവാണല്ലോ. രക്ഷിക്കേ. ശിവ, നീ വന്നത് ഏതായാലും നന്നായി. അതൊക്കെ അവിടെ നിക്കട്ടെ. എന്തായാലും അവര് ഓടിക്കളഞ്ഞല്ലോ. അടുത്ത പ്ലാൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ ചെറുക്കൻ വീണ്ടും വീണ്ടും എവിടുന്നാണ് ഈ കയറി വരുന്നത്? ചെല്ല്, അവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ലഡു സിംഗ് സാറേ, 1000 കോടി കൊണ്ടേ കൊടുക്ക്, അല്ലെങ്കിൽ അയാൾ നമ്മൾ എല്ലാവരെയും കൊണ്ടുപോകും. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നേ. എന്റെ കൂടെ ഒരു വലിയ ബലശാലി ഉണ്ട് സാർ. എന്തോന്ന് ആയുധം? എന്നോടൊപ്പം ശിവയുണ്ട്. എന്റെ ലഡു സിംഗ് സാറേ, ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ ജീവൻ അപകടത്തിലായില്ലായിരുന്നെങ്കിൽ ശിവയെ ഉപയോഗിക്കുമെന്ന് പറയാമായിരുന്നു. ഞങ്ങളുടെ ജീവൻ ഇപ്പൊ വലിയ അപകടത്തിലാ. റിസ്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ അവരെ എത്രയും പെട്ടെന്ന് പിടിക്കും സർ. രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ, രക്ഷിക്കൂ, ആ, രക്ഷിക്കൂ. അയ്യോ. അല്ല, അപ്പൊ നിങ്ങളൊക്കെ വന്നോ? മര്യാദക്ക് കാശ് കൊടുക്കാമായിരുന്നില്ലേ? കാശ് കൊടുക്കാൻ നോക്കിയപ്പോ ആ ചെക്കൻ സമ്മതിച്ചില്ല. ആ ചെക്കൻ ഇവരെയൊക്കെ തല്ലിയപ്പോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പാന്തർ, മര്യാദയ്ക്ക് അവരെയൊക്കെ വിടാൻ നോക്ക്. കുട്ടി, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? പണം കൊടുത്താൽ അയാൾ വീട്ടിൽ കൊണ്ടുപോയി വിടും ഞങ്ങളെ. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയധികം പേടിക്കുന്നത്? ശരി, ഞാൻ ഇന്ന് നിന്റെ ധൈര്യം കണ്ടേ തീരൂ. സുഹൃത്തുക്കളെ, ഹലോ അങ്കിൾ, നിങ്ങളുടെ ഗാഡ്ജറ്റ് ഇതാ എന്റെ കയ്യിലുണ്ട്. ഇനി തന്നെ കൊണ്ട് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. എന്താത്? രക്ഷിക്കണേ, ആരെങ്കിലും ഇതൊന്നും നിർത്തണേ. എന്നെ ആരെങ്കിലും പിടിക്കണേ. ലഡു സിംഗ് സാറേ, ആ കയ്യിലുള്ള വാച്ച് അഴിച്ചു വലിച്ചെറിയാൻ നോക്ക്. എന്റെ ബോസേ, തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് വയ്യ. ഗാജറ്റ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിനക്ക് ഞാൻ പിന്നെ എന്തിനാണ് ചെല്ലും ചെലവിനും തരുന്നത്? നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം നിന്നെ ഒക്കെ ബ്ലാക്ക് പാന്തർ എന്താണെന്ന്.
എന്താ നിങ്ങളുടെ ഗാഡ്ജറ്റ് കൂടി ഞാൻ അഴിച്ചു മാറ്റണോ? അതെ, അതും അഴിച്ചെടുത്തോ. എന്റെ മുമ്പിലാണെങ്കിൽ പിന്നെ ഗാഡ്ജറ്റും ഫെയിൽ ആണല്ലോ. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. എനിക്കറിയാമായിരുന്നു ശിവ ഞങ്ങളെ രക്ഷിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ കൊള്ളക്കാർക്ക് ഒരു തരി പണം കൊടുക്കരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ ജീവൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ബ്ലാക്ക് പാന്തർ, നിനക്ക് ജയിലിലേക്ക് പോകാം. അവിടെ വെച്ച് തന്നെ ഞാൻ വൈറ്റ് പാന്തറായി മാറ്റി കാണിക്കാം. Watch India's largest kids library only on Geo Hotstar. Download the app now.